വന്ന് കർക്കിടകം 1 ഇന്ന് പത്തലക്കറി വെക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പൊ നമ്മള് പത്തലക്കറി വെക്കാൻ പോവാണ്. 10 ഇല കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു കേട്ടോ. ഇതൊരല്ല, ഇതിന്റെ പേരെന്താ, കൊടുത്തുവൈ അങ്ങനെ എന്തോന്ന് പറയൂ കേട്ടോ. അപ്പൊ നമുക്ക് അത് ആദ്യം നുറുക്കിയെടുക്കാം. ഇത് ചൊറിയണ ഇലയാണ് കേട്ടോ. സൂക്ഷിച്ചൊക്കെ അല്ലെങ്കിൽ കൈ ചൊറിയും. നമുക്കിത് നുറുക്കിയെടുക്കാം. ചെറുതായി നുറുക്കിയെടുക്കണം കേട്ടോ. മത്തൻ്റെ മത്തൻ്റെ കേട്ടോ. അപ്പൊ ഇത് നമ്മൾ താളിപ്പ് പോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉള്ളിയൊക്കെ നുറുക്കിയിട്ടിട്ട് ചെറിയൊരു താളിപ്പ് പോലെ ഉണ്ടാക്കുന്നത്. കൂടുതൽ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല, കാരണം ഔഷധ ഗുണമുള്ളതാണല്ലോ. അപ്പൊ പിന്നെ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് കളയാതെ നമ്മൾ വെക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ നുറുക്കിയെടുക്കാം. എല്ലാവരും വീട്ടിലും വെച്ചിട്ടുണ്ടാവൂലേ? കർക്കിടകത്തിന് എല്ലാ വീട്ടിലും വെക്കുന്നതാണ്. പത്തലക്കറി കൂട്ടുന്നത് നല്ലതാണ് ഈ മാസം എല്ലാവരും പറയുന്നേക്കാം. അപ്പൊ ഞാൻ വെക്കണില്ല വെച്ചിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ 10 ഇല കിട്ടിയോണ്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ പറഞ്ഞിരുന്നു താളും തകരയെന്ന്. അതിപ്പോ അച്ഛൻ പറഞ്ഞോണ്ടോ എനിക്ക് അറിഞ്ഞത്. അങ്ങനെ പറഞ്ഞിരുന്നു അത്രേ. അപ്പോ ഇതാണ് തകര. ഈ തകരയുടെ ഇല ആദ്യമൊക്കെ നല്ല ഇത് മാത്രമായിട്ട് കഴിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ഇല പൊടിച്ച് ഇങ്ങനെ കഴിക്കുന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത്രയും. ഇതൊന്നും ഇപ്പൊ ഇല്ല, നമ്മുടെ നാട്ടുപ്രദേശത്തൊന്നും ഇത് കാണാനേ ഇല്ല. ഇതൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. ഇത്രയും നല്ല നടക്കണ വഴി കൂടെ ഒക്കെ ഇങ്ങനെ പൊന്ത കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ സാധനമൊന്നും കാണാനേ ഇല്ല ഇത്ര കേട്ടോ. നമുക്ക് ഇതുകൂടെ നുറുക്കിയെടുക്കാം. കുറച്ച് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. നല്ല ഔഷധ ഗുണമാണ്, നല്ല ഔഷധ ഗുണമുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതും കൂടെ ഒന്ന് നുറുക്കിയെടുക്കാം കേട്ടോ. ഇത് കഴിക്കും കേട്ടോ. ചിലത് കുറച്ച് മൂപ്പ് ചെയ്ത് കഴിക്കും. അപ്പൊ കട്ട് കൂട്ടിയിട്ട് വേണം അത്ര ഇത് വെക്കാൻ. ഞാൻ ഇതുവരെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പറഞ്ഞപ്പോൾ അറിഞ്ഞതാണ്. അപ്പൊ നമുക്ക് അപ്പൊ ഇനി എല്ലാവരും വീട്ടിലുണ്ടാവുന്ന സാധനമാണല്ലേ ഇത്. എനിക്ക് ഏറ്റവും ദേഷ്യം കൂടിയ പണിയാണ് ഇതിന്റെ ഇല ഇനി പറിച്ചെടുക്കല് കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, മുരിങ്ങയുടെ ഇല. അപ്പൊ നമുക്ക് അതുകൂടെ ഇതില് നുറുക്കിയിടണ്ട, ഇങ്ങനെ ഇടാം ഓരോന്നിങ്ങനെ. അപ്പൊ അടുത്ത് ഇതാണ് കേട്ടോ. ഇതും എല്ലാവരും വീട്ടിലും ഉണ്ടാവും. എന്താ ചീര, പെരിതും പറഞ്ഞു. അപ്പോൾ അതാണ് ഇങ്ങനെ വലിച്ചിട്ടാൻ പറ്റും. ഇതാണ് നമ്മളിങ്ങനെ കൂട്ടിപ്പിടിക്കുക. മുറിച്ചെടുക്കാം. കുറച്ച് നൈസായിട്ട് മുറിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി പയറിൻ്റെ ഇലയാണ് കേട്ടോ. പയറിന്റെ ചൊറിയുന്നു. അപ്പൊ കഴുകി വെച്ചിട്ടാണ് കേട്ടോ നോക്കുന്നത്. അപ്പൊ ഇത്രയുള്ളൂ പയറിൻ്റെ ഇല. അപ്പൊ കുറച്ച് മതി. ഒക്കെ പേരിന് മാത്രം കുറച്ച് കഴിക്കുള്ളൂ. കുറച്ച് അപ്പൊ ഇനി കുമ്പളത്തിന്റെ ഇലയാണ് കേട്ടോ. കുമ്പളത്തിന്റെ ഇല നൈസായിട്ട് അരിഞ്ഞു. കുറെ ആയിട്ട് ഈ പച്ചക്കറി എന്താ പറയാ ഇലക്കറികളൊക്കെ കൂട്ടിട്ട് കുറെ ആയി. ഇതൊന്നും കൂട്ടത്തില്ല. അപ്പൊ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ കൂട്ടത്തില്ല കേട്ടോ. മുളകിന്റെ ഇലയാണ് കേട്ടോ. ഇത് മുളക് നിങ്ങൾ കട്ട് ചെയ്താൽ മതി. അപ്പൊ മുളകിൻ്റെ ഇല കുറച്ച് ഒരു പിടി എടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അതും കൂടി നോക്കി
പ്രഷർ ചീര എന്ന് പറയുന്നത് പ്രഷർ ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം അതൊന്നും കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. പ്രഷർ കൂടുതലുള്ളവർക്കൊക്കെ നല്ലതാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഉപ്പേരി വെച്ച് കഴിച്ചാട്ടോ. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പ്രഷർ ചീര എന്നാണ് കേട്ടോ പറയാ. പല നാട്ടിലും പലതായിരിക്കും പറയാ. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കേട്ടോ. പക്ഷെ ഞാൻ ഇതിലൊരു മണ്ടത്തരം കാണിച്ചു, കടുകിട്ട് വറുത്തു കേട്ടോ. പക്ഷേ ഇങ്ങനെ ഇലക്കറി വയ്ക്കുമ്പോൾ കടുകിട്ട് വറക്കേണ്ട ആവശ്യമില്ല അത്ര. ചെറിയ ഉള്ളി മാത്രം ഇങ്ങനെ മൂപ്പിച്ച് കൊടുത്താൽ മതിയെന്ന് ഇന്ന് ചേച്ചി പറഞ്ഞു കേട്ടോ. പക്ഷെ എനിക്കറിയില്ലായിരുന്നു. പിന്നെ അതിലോട്ട് പൊട്ടത്തരാണ്, കടുകിട്ടു. അങ്ങനെ കടുകിട്ട് പൊട്ടിച്ചു, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഉള്ളി ഇട്ടു കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ കുഞ്ഞുതായി അരിഞ്ഞ് അതിങ്ങനെ വാട്ടിക്കൊടുത്തു. നന്നായി വാടണം കേട്ടോ, ഈ ചെറിയ ഉള്ളി നന്നായി വാടണം. അങ്ങനെ അതൊക്കെ വാട്ടി ഈ കടുകിടുമ്പോൾ ഇല ഇങ്ങനെ കഴിക്കുമ്പോൾ അതിലിങ്ങനെ കടുക് കടിക്കുന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇലയുടെ ടേസ്റ്റ് കിട്ടില്ല, കടുകിൻ്റെ ടേസ്റ്റേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കടുക് ഇടരുതെന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഈ ഉള്ളിയും വെളിച്ചെണ്ണയും അതേപോലെ തന്നെ ഉണക്കമുളകും മാത്രം മതി. അങ്ങനെ ഉണക്കമുളക് ഇട്ടു കേട്ടോ. ഉണക്കമുളക് ടേസ്റ്റിന് വേണ്ടി ഇട്ടതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ ഇട്ടപ്പോൾ. അങ്ങനെ അതൊക്കെ ഇട്ട് മൂപ്പിച്ചു. അതൊക്കെ മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ കഴുകി വെച്ച 10 ഇലകൾ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തു. അത് ഇട്ടപ്പോൾ തന്നെ ചുങ്ങി, ഇത്രയും തോനെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചൂടായപ്പോൾ അതൊന്ന് ചുങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കണം കേട്ടോ. പാകത്തിന് ഉപ്പ് ഇടാൻ പറ്റുള്ളൂ. ഈ ഇലക്കറികളിലൊക്കെ പെട്ടെന്ന് ഉപ്പ് കൂടാൻ സാധ്യത ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് നന്നായി ഇളക്കി കൊടുത്തു. നല്ലൊന്ന് വേവിച്ചിട്ട്, പിന്നെ ഇതിന് വേവ് കമ്മിയാണ്. അങ്ങനെ കണ്ടോ ചുങ്ങി പോകുന്നുണ്ട് ഇത്. അങ്ങനെ അത് വേവിച്ചെടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഇല നന്നായി മൂപ്പിച്ചെടുത്തു കേട്ടോ. അതിങ്ങനെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒരു 2-2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ചെറിയ കപ്പാണ്. അപ്പോൾ അതൊക്കെ ഇളക്കി കൊടുത്തു. ഏട്ടൻ എന്തോ അവിടെ മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ എന്തോ ആണ് തോന്നുന്നു, എന്തോ അടിച്ചു. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇത് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ച് കൊടുക്കുക. വേവിക്കുന്നതിന് മുന്നേ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒറ്റൊന്നേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ഉണക്കമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. അങ്ങനെ അതും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മളൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാൻ വെച്ചു. വേവിച്ച് നമ്മളതൊന്ന് തുറന്ന് നോക്കിയിട്ടോ. അപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട് എല്ലാം കൂടെ. നല്ല മണവും വരുന്നുണ്ട് ഇത് തുറക്കുമ്പോൾ കേട്ടോ. നല്ലൊരു നല്ലൊരു മണം വന്നു. അങ്ങനെ നമ്മൾ ഇതിലോട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിറക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.